മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. അവഗണിച്ചവരെ പരിഗണിക്കാനോ ഉപേക്ഷിച്ചവരോട് അപേക്ഷിക്കാനോ വഞ്ചിച്ചവരെ വീണ്ടും വിശ്വസിക്കാനോ പോകാതിരിക്കുക. നിങ്ങളെ വിശ്വസിക്കുന്നവരോട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക. നിങ്ങളോട് കള്ളം പറയുന്ന ആരെയും വിശ്വസിക്കാതിരിക്കുക. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ചിന്തകളാണ്. അതിനാൽ വലിയ ചിന്തകളിലൂടെ വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ശക്തരാകേണ്ടത്. ഭക്തരെ, നിങ്ങൾ തെറ്റുകാരനല്ലാത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. ഭക്തരെ, തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അതൊരു കരുണയല്ല, വ്യാപാരമാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. നിറയാത്തതെന്തും ശബ്ദമുണ്ടാക്കുന്നു, നിറഞ്ഞിരിക്കുന്നതെന്തും നിശബ്ദമാണ്. നിങ്ങൾ ഒരാളെ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം അയാൾക്ക് നിങ്ങളെ വിഡ്ഢിയാക്കുവാൻ സാധിക്കും എന്നതാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. എന്നാൽ വൈരാഗ്യം, കോപം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളാൽ ഒന്നും പ്രവർത്തിക്കരുത്. സ്നേഹം, കരുണ, ദയ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. എല്ലാ ഭക്തരിലും മഹാദേവന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. സന്തോഷം നിറഞ്ഞ മനസ്സിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വന്നെത്തുന്നു. ഓം നമഃ ശിവായ.